ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം കൂടുതൽ ശക്തമാകുന്നതായി വൻ അവകാശവാദം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ അവരുടെ അനുമതിയോടുകൂടി തന്നെ സുരക്ഷാ ഏകോപനത്തോടെയും കഴിഞ്ഞ ദിവസം അതായത് 24 മണിക്കൂറിനിടെ 32 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായാണ് ഇറാന്റെ നാവികസേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഇറാന്റെ നേരിട്ടുള്ള ആ ഒരു നിയന്ത്രണമാണ് എന്ന സൂചനയാണ് ഈ ഒരു പ്രഖ്യാപനം നൽകുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷവും പശ്ചിമേഷ്യൻ യുദ്ധഭീതിയും ശക്തമായിരിക്കുന്ന സമയത്താണ് ഈ നിർണായക അവകാശവാദം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അതായത് അവരുടെ നാവിക വിഭാഗത്തിന്റെ പ്രസ്താവന പ്രകാരം എണ്ണ ടാങ്കുകൾ, ചരക്ക് കപ്പലുകൾ, കണ്ടെയ്നറുകൾ, മറ്റു കപ്പലുകൾ ഉൾപ്പെടുന്ന വാണിജ്യ കപ്പലുകളാണ് പ്രത്യേക സുരക്ഷാ ഏകോപനത്തോടു കൂടി തന്നെ കടലിടുക്ക് കടന്നതെന്നതാണ് വ്യക്തമാക്കുന്നത്. IRGCയുടെ അനുമതിയും ഏകോപനവും കൂടാതെയല്ല കടന്നുപോകൽ നടക്കുന്നത് എന്നതാണ് ഇറാന്റെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നടന്നിരിക്കുന്നത്. IRGC അനുമതിയോടുകൂടി തന്നെ 32 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി തന്നെ ഇറാന്റെ നാവികസേന ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്വാധീനം ശക്തമാക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നത്. ചില കപ്പലുകൾക്ക് പ്രത്യേക അനുമതി, സുരക്ഷാ പരിശോധന, കടന്നു പോകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള എണ്ണ വിലകളെയും ലോക സാമ്പത്തികത്തെയും നേരിട്ട് തന്നെ ബാധിക്കുന്നതാണ്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാന്റെ ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സമുദ്ര ഗതാഗതത്തിന് മേൽ ഇറാൻ നിയന്ത്രണം ശക്തമാക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നതിനാൽ തന്നെ മേഖലയിലെ സുരക്ഷാ ആശങ്കകളും വർദ്ധിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അവസാന വാക്കിപ്പോൾ ഇറാന്റേത് തന്നെയാണ് എന്ന രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഇവിടെ നൽകാൻ ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതേസമയം 11 ആഴ്ചകൾക്ക് മുൻപാണ് നിരുപാധികമായ കീഴടങ്ങൾ അല്ലാതെ തന്നെ ഇറാനുമായി യാതൊരുവിധ കരാറുമില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികൾ ഇല്ലാതാക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അവസാനിപ്പിക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം US കൈമാറുക എന്നിങ്ങനെ തന്നെ പല ആവശ്യങ്ങൾ ഇവിടെ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. അമേരിക്ക പറയുന്ന വിധത്തിൽ ഇറാൻ 100 വട്ടം കരാറിൽ ഒപ്പിടുമെന്നും ഏകപക്ഷീയമായി തന്നെ ട്രംപ് ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇറാനുമായുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അമേരിക്ക ഇതെല്ലാം മറന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ചർച്ചകളിൽ പഴയ ആവശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അമേരിക്ക ഏറെ പിന്നോക്കം പോയിരിക്കുന്നുവെന്നും യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ ഭീഷണി, ബാലിസ്റ്റിക് മിസൈലുകൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇതൊന്നും പറയാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ ഒരൊറ്റ കാര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നതും. ആദ്യം ഹോർമൂസ്, പിന്നെ സമയം പോലെ മറ്റു വിഷയങ്ങൾ എന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ട്രംപും കൂട്ടരും എത്തി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യമായി എടുത്തു സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇറാൻ ആകട്ടെ ഒരിക്കലും ട്രംപിനെ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല എന്നൊരു വാശി തന്നെയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിഷയങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ട്രംപ് ഇവിടെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പോലും വരാൻ പോകുന്ന കരാർ വിപ്ലവകരമായ ഒന്നാണ് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇവിടേക്ക് എത്തുകയും മാത്രമല്ല ഈ ചർച്ചകളിൽ ഇടപെടുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി തന്നെ സംസാരിച്ച ന്യൂയോർക്ക് ടൈംസ് ആകട്ടെ ചില വ്യവസ്ഥകളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.